ഇപ്പോൾ ലൈവിൽ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ജയിൽ നോമിനേഷൻ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവർക്കുള്ളതൊക്കെ തുറന്ന് പറഞ്ഞു. ഭൂരിഭാഗം പേരും പറഞ്ഞത് അനുമോളും അനീഷിനെയുമാണ്. സത്യം പറയട്ടെ, അനീഷാണ് അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് വന്നത്, ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി. പക്ഷേ അനീഷിനെ ഒറ്റപ്പെടുന്നതിനെക്കാട്ടും നന്നായിട്ട് അനുമോൾക്ക് ഒറ്റപ്പെടാൻ പറ്റി. അപ്പോൾ എല്ലാവരും, ഈവൻ ഷാനവാസ് അടക്കം അനുമോളെയാണ് പറയുന്നത്. കാരണം അവർ വിചാരിക്കുന്നത് അനുമോളാണ് തെറ്റ് ചെയ്യണം. അപ്പോൾ അനുമോളെ പറഞ്ഞില്ലെങ്കിൽ പ്രേക്ഷകർക്ക് അവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എല്ലാവരും വിചാരിക്കണേ. പക്ഷേ ഇവരൊരു കാര്യം മനസ്സിലാക്കണില്ല. എല്ലാവരും കൂടി ആരെയാണോ കുറ്റപ്പെടുത്തുന്നത്, ആ കുറ്റപ്പെടുത്തുന്നവർ തെറ്റാണോ ശരിയാണോ അവർക്ക് പുറത്ത് പ്രേക്ഷക പിന്തുണ ഉണ്ടാകും. അത് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോൻ്റെ കാര്യത്തിലായാലും പിന്നെ റോബിൻ രാധാകൃഷ്ണൻ്റെ കാര്യത്തിലായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും കൂടി അനുമോളെയാണ് റാണിയായി വാഴിക്കാൻ ഉദ്ദേശിച്ചത്. ആ അനുമോൾ നന്നായി ചെയ്യുന്നുണ്ട്. ശൈത്യ, അനുമോള്, ആദില, നൂറ ഇവരൊരു ഗ്യാങ്ങാണ്. രേണും അവരുടെ സൈഡിലേക്ക് ഇത്തിരി വരുന്നുണ്ട്. അപ്പോൾ ശൈത്യ ഇപ്രാവശ്യം ജയിൽ നോമിനേഷൻ അത്യാവശ്യം അടിപൊളിയായിരുന്നു. ശൈത്യ പറഞ്ഞത് അപ്പാനി ശരത്തിൻ്റെ പേരും ജിസേലിൻ്റെ പേരുമായിരുന്നു. ആദില പറഞ്ഞത് ജിസേലിൻ്റെ പേര് തന്നെയാണ്. ഇവർ ഐസ്ക്രീം ചോദിച്ച് ചെന്നപ്പോൾ കൊടുക്കണ നേരത്തെ എന്തോ ഇഡിയറ്റ്സ് എന്ന് വിളിക്കുകയും പിന്നെ എന്താ നിങ്ങൾ രേണിച്ച് ചത്തൊന്നും പോവില്ലല്ലോ, ഇന്ന് തന്നെ ഐസ്ക്രീം കൊടുക്കാൻ, അങ്ങനെ. അതായത് ജിസേൽ ഒരു മുഖംമൂടി ഇട്ടിട്ടാണ് നിൽക്കണതെന്നാണ് ആദില പറയുന്നത്. അത് അഴിഞ്ഞു പോയി എന്ന് തന്നെ പറയുന്നു. കാരണം ലൈവ് കണ്ട ആൾക്കാർക്കറിയാം ജിസേൽ മലയാളികളെ സോപ്പിട്ട് നിൽക്കുകയാണെന്ന്. ബിഗ് ബോസിലെ ഹൗസിലുള്ളവരും എല്ലാവരോടും നല്ലപോലെ പെരുമാറി. ഇന്ന് കാലത്തൊരു നോമിനേഷൻ ഉണ്ടായിരുന്നു, സ്വാധീനിച്ച വ്യക്തി. എല്ലാവരും ജിസേലിൻ്റെ പേരാണ് പറയുന്നത്. അതിന് മാത്രം എന്താണ് ജിസേൽ അവിടെ ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാവരും സ്വാധീനിക്കപ്പെടാത്ത വ്യക്തി പറഞ്ഞത് അനുമോളെയാണ്. ഇതിലോടുകൂടി അനുമോളെ ഇവർ തന്നെ റാണിയായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് അനുമോൾ അങ്ങനെ വന്നതാണോ അതോ ഇത് അനുമോളുടെ ഗെയിമാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആദില, നൂറ, ശൈത്യ പിന്നെ അനുമോൾ ഒരുമിച്ച് നിന്നാൽ സത്യം പറയട്ടെ ഇവർക്ക് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. നൂറയൊക്കെ ഓവറായിട്ട് അടിപൊളിയായിട്ട് പുറത്തേക്ക് വന്നു തുടങ്ങി. അക്ബറിനും അപ്പാനി ശരത്തിനൊക്കെ പുച്ഛം. അവരുടെ അവർക്കാണ് പുറത്ത് ഏറ്റവും വലിയ സപ്പോർട്ട് എന്നാണ് സത്യം പറയാലോ. അക്ബർ ചിലപ്പോൾ നിൽക്കും, അപ്പാനി ശരത്തും ആര്യനൊക്കെ പെട്ടെന്ന് ഔട്ടാവാൻ സാധ്യതയുണ്ട്. ലൈവിലൊക്കെ ആര്യയും അനുമോളൊക്കെ എന്താ സ്നേഹം. പക്ഷെ നോമിനേഷൻ വന്നാൽ അനുമോൾ എല്ലാവരും പറയും, ആര്യനടക്കാം. കാരണം ആര്യൻ എന്തൊക്കെയാണ് പറഞ്ഞത്, അനുമോൾ ആക്ടിങ് ആണ്. അനുമോൾ ജയിൽ നോമിനേറ്റ് ചെയ്ത് 2 പേര്, ഒന്ന് ആദില, 2 ശൈത്യ. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ അക്ബർ ഒന്ന് ഞെട്ടി. കാരണം ഇത്രയും ഗെയിം അറിയാമെന്ന് പറയുന്ന റെന, ഷാനവാസ്, അനീഷ് അടക്കം. അനീഷിന് അനുമോളെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അനുമോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അനുമോളെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മലയാളികൾക്ക് ഓൾറെഡി അനുമോൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അനുമോൾ തന്നെ ഈ സീസണിലെ രാജാവ്.